ശ്രീകുമാരൻ തമ്പി സാറുമായുള്ള ഒരു സൗഹൃദം, വി എസുമായുള്ള ഒരു സൗഹൃദം അദ്ദേഹം ഓർത്ത് പറയുന്നത്. ചലച്ചിത്രകാരൻ ശ്രീകുമാരൻ തമ്പി തന്നെ നമുക്കൊപ്പം ചേരുന്നു. സാറ്, വി എസ് തന്നെ അദ്ദേഹത്തിൻ്റെ പല സ്റ്റാഫുകളുമായി മുമ്പ് സംസാരിച്ചിട്ടുണ്ട് താങ്കളുമായുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ച്. അദ്ദേഹത്തിന് പല അദ്ദേഹവും ഞാനും ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. ഞങ്ങൾ ജനിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയില്ല, കൊല്ലം ജില്ലയായിരുന്നു. അദ്ദേഹം ആലപ്പുഴയ്ക്കടുത്ത് പുന്നപ്പുറയിലും ഞാൻ കുറച്ചുകൂടെ തെക്കോട്ട് വന്ന് ഹരിപ്പാട്ടുമാണ് ജനിച്ചത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ എൻ്റെ കുട്ടിക്കാലം വരെ അദ്ദേഹത്തെ എനിക്കറിയാം. പക്ഷെ അന്ന് നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിൽ അകലെ നിന്ന് അദ്ദേഹത്തെ ആരാധിച്ച ഒരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സ്തംഭം കേരളത്തിൽ പടുത്തുയർത്തിയ സഖാവ് പി കൃഷ്ണപിള്ള, EMS, AK ഗോപാലൻ തുടങ്ങിയ ആ പരമ്പരയിൽ അവസാനത്തെ ആളാണ് നമ്മളെ വിട്ടുപോയത്. VS ആണ് ആദ്യകാല നേതാക്കളിൽ ഏറ്റവും ശക്തനായിരുന്ന അവശേഷിച്ച നമ്മുടെ നേതാവ്. അപ്പൊ ഇതൊരു വലിയ നഷ്ടമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഹരിപ്പാട്ട് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയിൽ മത്സരിച്ച ആളാണ്. അത് സഖാവ് VS ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അപ്പൊ അന്നൊക്കെ ഞാൻ സിനിമയിലായതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പാട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കും. അങ്ങനെ അല്ലാതെ വളരെ അടുത്തിടപഴകിയിട്ടൊന്നുമില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഭരണാധികാരി എന്നതിൽ ഒരു സമര രീതിയിലുള്ള നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തെ ഞാൻ എന്നും ആരാധിച്ചിരുന്നു. അത് 1964 പാർട്ടി ഉണ്ടായപ്പോൾ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി. നമ്മൾ അന്ന് നേതാക്കളായി കണ്ടിരുന്ന വലിയ നേതാക്കളൊക്കെ CPI-യിലേക്ക് എത്തും. MN ഗോവിന്ദൻ നായർ, അച്യുതമേനോൻ, TV തോമസ്, ഇവരെല്ലാം MN ഗോവിന്ദൻ നായർ, ഇവരെല്ലാം വലതിലേക്ക് CPI-യിലേക്ക് പോയപ്പോൾ അച്യുതാനന്ദൻ CPM-ലേക്കാണ് പോയത്. അപ്പോൾ 1964 എനിക്ക് ഓർമ്മയുണ്ട്, പാർട്ടി രണ്ടായതിനു ശേഷം അമ്പലപ്പുഴ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതായത് സഖാവ് VS-ന്റെ ഗുരു കൂടിയായ R. സുഗതൻ CPI ടിക്കറ്റിലും സഖാവ് VS അതേ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായിട്ടും അന്നത്തെ വലിയൊരു സോഷ്യലിസ്റ്റ് ആയിരുന്ന അച്യുതൻ PSPയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കുടിൽ ചിഹ്നത്തിൽ മത്സരിച്ചു. അപ്പൊ ഞാനടക്കമുള്ള എല്ലാവരും വിചാരിച്ചു R. സുഗതൻ ജയിക്കുമെന്ന്. കാരണം അദ്ദേഹമാണ് VS-നേക്കാൾ മുമ്പേ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴയിൽ കയർ തൊഴിലാളി സംഘടിപ്പിച്ചൊക്കെ R. സുഗതനാണ്. അദ്ദേഹത്തോടൊപ്പമാണ് VS കഴുത്താഴ്. പക്ഷെ ശരിക്കും VS ആദ്യം പ്രവർത്തിച്ചത് കുട്ടനാട്ടിൽ കർഷക സമരത്തിനാണ്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴ കയർ തൊഴിലാളികളുടെ വേണ്ടി വഹിച്ചപ്പോൾ സുഗതൻ സാറ് അദ്ദേഹത്തിന്റെ ഗുരുവിനെ പോലായിരുന്നു. പക്ഷേ അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അൽപ്പത്തിക്കൊണ്ട് സഖാവ് VS ബഹുഭൂരിപക്ഷത്തിൽ ജയിച്ചു. സുഗതൻ സാറും അച്യുതനും തോറ്റുപോയി. അപ്പൊ ഇത് ഞങ്ങളെയൊക്കെ വളരെ ചിന്തിപ്പിച്ചൊരാണ്. ജനപിന്തുണ, സഖാവ് VS-ഉള്ള ജനപിന്തുണ അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം എപ്പോൾ കണ്ടാലും എന്നോട് സംസാരിക്കുമ്പോൾ, കാരണം എൻ്റെ ജ്യേഷ്ഠൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഡ്വക്കേറ്റ് ആയിരുന്നു. പിന്നെ സഖാവ് VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായും ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള ബാർ ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, എന്നെ ആദരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് പുത്തരിക്കുണ്ട മൈതാനത്ത് ഒരു സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായി വിളിച്ചപ്പോൾ തമ്പിയുടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം എൻ്റെ പാട്ടുകൾ സംസാരിച്ചിട്ട് സ്വന്തബന്ധ പദത്തിനർത്ഥം ചന്ദ്രയിലും ചന്ദ്രകാന്തി 2 പാട്ട് പല്ലവി അദ്ദേഹത്തിന്റെ ഈണത്തിൽ പാടി ആ പ്രഭാഷണത്തിൽ. അതെനിക്ക് കിട്ടിയൊരു വലിയ അംഗീകാരമാണ്, ഒരിക്കലും മറക്കാനാവാത്ത അംഗീകാരമാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം മരണം കാത്തിരിക്കാൻ നമുക്കറിയാമായിരുന്നു. 101 വയസ്സ് വരെ, ഏതാണ്ട് 102 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു, നമ്മൾ നയിച്ചു. അദ്ദേഹം ഏറ്റവും മോശമായിട്ട് അദ്ദേഹത്തിന് എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ അർത്ഥമില്ല. അദ്ദേഹം നമ്മളെ വിട്ടുപോയത് ദുഃഖമുണ്ടെങ്കിലും അദ്ദേഹത്തിന് നല്ലത് അതാണെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു നേതാവ് ഇനിയില്ല എന്നൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യെസ്, വളരെ നന്ദി. ശ്രീകുമാരൻ തമ്പിയാണ് പ്രതികരിച്ചത്. VS-ഉമൊത്തുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത്. VS-നുമായുള്ള ബന്ധം അതുകൂടിയാണ് അദ്ദേഹം ഓർത്തെടുത്തത്.